ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊരു ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച് ഈ ബോട്ടിലിന് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. വലിയ ഭംഗിയിലൊന്നും അല്ല അടിച്ചതെന്ന് എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ താജ്മഹൽ പണിയാൻ പോകുന്നത്. അപ്പോൾ എടുത്ത കളേഴ്സ് എല്ലാം അതേപോലെ പെട്ടിക്കകത്ത് തിരിച്ചെടുത്ത് വയ്ക്കാം. ഓക്കെ, ക്യാമലിൻ്റെ ഈ ഒരു പെയിൻറ്റ് ബോക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബ്രഷും ഉണ്ട്, പിന്നെ ഒരു സ്പോഞ്ചുണ്ട്, പിന്നെ ഒരു ടവലും ഉണ്ട്. ഇതൊക്കെ ഈ സൈഡിലോട്ട് ഒതുക്കി വയ്ക്കാം, ക്യാമറ ബ്ലോക്ക് ആവാത്ത മതി. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ എന്ത് പടം വരയ്ക്കും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നമുക്ക് ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഞാൻ സംസാരിക്കുന്ന വീഡിയോയിൽ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും ആലോചിക്കട്ടെ. എനിക്കൊരു ഇത് കിട്ടി കേട്ടോ, ഒരു ഡിസൈൻ. മീൻസ് നമ്മൾ ബ്ലാക്ക് കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കയ്യിൽ പെയിൻ്റ് ആയി ഉണങ്ങിയിട്ടില്ല, ഗുഗ്ലി ഷേപ്പ്. അത് ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം, ഓരോ കളേഴ്സ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം വൈറ്റ് കളർ യൂസ് ചെയ്യണ്ട. വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ലൈറ്റ് ബ്ലൂ ആയിട്ട് കിട്ടും. നമുക്കപ്പം യെല്ലോ കളർ ഫസ്റ്റ് യൂസ് ചെയ്യാം. യെല്ലോ ഒന്ന് ഒതുക്കി വെക്കാം. ഓക്കെ, യെല്ലോ കളർ നമുക്ക് ഈ ബ്രഷിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ബ്രഷിൻ്റെ ഷേപ്പ് ആദ്യം ഒന്ന് വ്യക്തമാക്കണേ. കയ്യിൽ പെയിൻ്റ് ആയതാട്ടോ. ക്യാമറയിൽ കാണുന്നുണ്ടല്ലോ. ഇനി ഞാൻ എൻ്റെ പ്ലാൻ പറഞ്ഞുതരാം. നമ്മളൊരു അമീബ ഷേപ്പിലാണ് വരയ്ക്കുന്നത്. ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാവേ. ബ്രഷ് വിടർന്ന് പോകുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രഷ് എങ്ങനെ പിടിക്കുക പോലും അറിയില്ല. ബ്രഷിൻ്റെതായ ഒരു ഇതിലാണ് പോണത്. ഞാൻ വരയ്ക്കണം അത്ര ഭംഗിയായിട്ടൊന്നുമില്ല, ഒട്ടും ഭംഗിയില്ലാതെയാണ് വരയ്ക്കണം. എന്തെങ്കിലുമൊക്കെ വരയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവും, അതാണ്. പക്ഷെ കുളം ആകൂല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം കുളമായാൽ നമ്മൾ റെഡിയാക്കും. ഇത് കുളം ആയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ റെഡിയാക്കണം. ഇത് ബ്രഷ് ഒന്ന് വൃത്തിക്ക് വച്ച് നെക്സ്റ്റ് കളർ എടുക്കാം. ഞാൻ തൽക്കാലം ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. നമുക്ക് റെഡ് കളർ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാം. എനിക്ക് അറിഞ്ഞൂടെ ഇത് വർക്കാവുമെന്നൊന്നും എനിക്കറിയില്ല. റെഡ് കളർ പുതിയതായിട്ട് കുമ്പള കാണുന്നുണ്ടോ? സോറി ഇത് കുമ്പളാന്ന് ഞാൻ അറിയാതെ പറഞ്ഞ കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കയ്യിൽ നിന്ന് കിട്ടണ വാക്കുകളൊക്കെ എടുത്തിടാറുണ്ട്. ബബിൾ പൊട്ടിച്ചു. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കരുത്. നമ്മൾ ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ റെഡ് കളർ എടുത്തിട്ടുണ്ട്. എൻ്റെ പ്ലാൻ എന്തോന്ന് പറഞ്ഞാൽ ഇതിൽ വരച്ച് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഞാൻ എന്താ പറയുന്നതെന്ന് ചില സമയം എനിക്ക് പോലും മനസ്സിലാവാറില്ല. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഇപ്പം തന്നെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നോളൂ. ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കുറച്ച് ഡിസൈൻസ് കൊടുക്കാം നമുക്ക്. കുറച്ച് ഡോട്ട് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം
ഭംഗിയായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഡോട്ട് 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 ഇത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് ബാക്കി കളർ എക്സസ്റ്റ് ആയിട്ടുള്ള കളറ് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് ക്ലോത്തിൽ തുടച്ചെടുക്കണം. ക്ലോത്തിൽ തുടച്ചാലൊന്നും ആവില്ല. അപ്പം നമ്മൾ ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ വെള്ളം എടുത്ത് വെക്കണം. ഞാൻ വെള്ളം എടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ ഓടിപ്പോയി വെള്ളം എടുത്തിട്ട് വരാവേ. അപ്പം ഞാൻ എന്താ വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ബ്രഷ് ഒന്ന് ക്ലീൻ ചെയ്യണം. നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എടുത്ത് ഗ്രീൻ കളർ യൂസ് ചെയ്യാം. കളർ എടുത്തിട്ട് അതുപോലെ വയ്ക്കണം. ഞാൻ എന്താ വരയ്ക്കണേന്ന് ആരും ചോദിക്കല്ലേ, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഗ്രീൻ കളർ ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് പുതിയതാട്ടോ, പുതിയ പെട്ടിയാണ്, അതുകൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം നമുക്ക്. ഞാൻ എന്തൊക്കെയോ വരയ്ക്കാൻ നോക്കുന്നുണ്ട്. എൻ്റെ പ്ലാൻ എന്ന് വച്ചാൽ എനിക്കറിയില്ല. ഓക്കെ, ഞാനിത് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. എത്ര ഭംഗിയായിട്ട് വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമുക്ക് തോന്നണ പോലെയൊക്കെ ഡിസൈൻ കൊടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് പുല്ലുകൾ ഇതാ വരയ്ക്കുന്നുണ്ട്. ഞാൻ ഫൈനൽ റിസൾട്ട് എന്തായാലും ക്യാമറയിൽ ഇടും, കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ഇപ്പം നേരെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കൈ കിടന്ന് വിറയ്ക്കുന്നു. ബ്രഷ് അങ്ങനെ യൂസ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടാട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രീൻ കളർ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രീൻ കളർ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാവേ. ഞാൻ എടുക്കണോണ്ട് ഒട്ടും ക്ലാരിറ്റി കാണില്ല. ഓക്കെ, ഇനി അടുത്ത ബ്ലാക്ക് കളർ. വാവ്, കുറച്ച് സാധനങ്ങൾ. ബ്ലാക്ക് കളർ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണം. പൊട്ടിക്കാം. പൊട്ടുന്നില്ല ഗൈസ്. പൊട്ടണില്ല. പെയിന്റ് ഇത്ര മുകളിൽ വന്ന് നിൽക്കുവാ. പൊട്ടി പൊട്ടി പൊട്ടി. പക്ഷെ ഒരുപാട് പെയിന്റ് ഞാൻ അറിയാതെ എടുത്തു. ഇതോ കാണുന്നുണ്ടോ? ഒരുപാട് പെയിന്റ് ഞാൻ അറിയാതെ എടുത്തു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. നമുക്ക് ഇത്രയും വെച്ച് എന്തായാലും പെയിന്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ കഴുകളാം. പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. നമുക്ക് ക്യാപ്പിൽ നിന്ന് എടുക്കാം. ഞാൻ കുറച്ച് മരങ്ങളാണ് വരയ്ക്കുന്നത്.
അപ്പോൾ ദേ നമ്മളുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഫൈനൽ റിസൾട്ട് കാണണ്ടേ? കാണിച്ചു. നമ്മുടെ ബോട്ടിൽ കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. എനിക്കറിയാം ഇത് ക്ലിയർ ആയിട്ടൊന്നും അല്ല കാണുന്നത്. അപ്പം നമുക്കേ ഒരു പരിപാടി ചെയ്താലോ, ഫോട്ടോ എടുക്കാം. ഞാൻ ഫോട്ടോ എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇനി ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബെല്ലോ. ഓക്കെ.